ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. ഇടയ്ക്ക് ട്രംപിന്റെ ചില പരാമർശങ്ങൾ, ട്രംപിന്റെ ചില മന്ദബുദ്ധി തരം, ഇതൊക്കെ കാരണം നമ്മൾ വലിയ ശ്രദ്ധയൊന്നും അതിൽ കൊടുത്തില്ല. താരിഫൊക്കെ ഉയർത്തി അങ്ങനെയൊക്കെ വലിയ ചില കുഴിത്തൊരുമ്പുകളും മുന്നായ്മകളും ഒക്കെ ഈ ചില അപ്പൂപ്പന്മാർ വീട്ടിൽ ഇരുന്ന് കാണിക്കുമ്പോഴൊക്കെ ട്രംപ് കാണിച്ചു. വിവരമുള്ള ഇന്ത്യ അത് മുഖവിലേക്ക് എടുത്തില്ല. പോവാൻ പറയാനുള്ളത് ഈ മൗനം വിദ്വാനുഭൂഷണം എന്ന് പറയുന്നത് പോലെയാണ് ഇന്ത്യ. നീ അവിടെ ഇരുന്ന് ചിലച്ചോ, ഞങ്ങൾക്ക് മറുപടി ഇല്ല. മറുപടി പറയാതിരിക്കുമ്പോഴല്ലേ ഒരാൾക്ക് വിവേകമുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഇന്ത്യ അതുപോലെ അങ്ങ് പെരുമാറി. ഇപ്പോ ഇന്ത്യ അമേരിക്കയും തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത്. എന്താണ് സാർ അതിന് പിന്നിൽ? പറയാം. അതിനു മുമ്പ് ഈ പറഞ്ഞ ആദ്യത്തെ കാര്യം, അതായത് പഴയ കാരണവന്മാരിങ്ങനെ കൊടുത്തോണ്ടിരിക്കും, വായി തോന്നൊക്കെ വിളിച്ചു പറയും ശല്യക്കാരുടെ. അത് ശരിയാ, 100% ശരിയാ. പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിൻ്റെ വായം കടയും. എപ്സ്റ്റീൻ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടൂല്ല. എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഭൂതകാലമാണ്. അതായത് ഇപ്പോഴല്ല, പോക്സോ കേസിലെ പ്രതിയാണ് ഇദ്ദേഹം. പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ നാണക്കേട്, ഇത്രയും വലിയൊരു പ്രസിഡന്റ് പ്രായം കുറഞ്ഞ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായി ഫയലിൽ പറയും, എപ്സ്റ്റീൻ ഫയൽസ്. അപ്പോൾ അതിൻ്റെ രഹസ്യങ്ങൾ പിന്നെ ഉണ്ട്. അതിപ്പോൾ കോൺഗ്രസ്സിൽ ആവശ്യപ്പെടുന്നവർ പുറത്തു വിടണമെന്ന് പറയും. ഇത് പുറത്തു വരും, ഇത് സുതാര്യമാകണമെന്നുണ്ട്. ഈ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ പുറത്തു വിടാവുന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അത് പറയാതെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മളെല്ലാം മറ്റേ കാര്യം പറയുമെന്ന് പറയുന്നത് എപ്സ്റ്റീൻ കാര്യം എന്തായി എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പാകിസ്ഥാനുമായിട്ടുള്ള സൗഹൃദം അവസാനിപ്പിക്കും. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ, പിച്ചും പിയും പറയുന്ന പോലെ പാകിസ്ഥാൻ നമ്മുടെ റഫാൽ വിമാനം ചൈനയുടെ ആയുധം കൊണ്ട് തകർത്തു എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. ഞാൻ 309% പിന്നെ ചുങ്കം ചുമത്തുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇന്ത്യ പേടിച്ച് എന്നാൽ ഇനി യുദ്ധത്തിനില്ലെന്നും പറഞ്ഞ് കീഴടങ്ങി എന്നൊക്കെ വട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളിത് 50% തീരുവ ഏർപ്പെടുന്നത് എന്തോ നഷ്ടം ഇന്ത്യക്ക് ഉണ്ടായത്, കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. വിപണി ആയത് മാത്രമല്ല, അമേരിക്കക്കാരെല്ലാം കൂടെ എങ്ങനെ മംദാനി ജയിച്ചത് ന്യൂയോർക്കിൽ. അമേരിക്കക്കാർക്ക് ചായ കുടിക്കാൻ വയ്യ, കാപ്പി കുടിക്കാൻ വയ്യ. ഇന്ത്യയിൽ നിന്ന് ചെല്ലണം സാധനം ചെല്ലുന്നില്ല, ഉള്ളതിന് വലിയ വിലയും. അവിടെ $10 കിട്ടിയിരുന്ന ചായ ഉദാഹരണത്തിന് $500 വരെ പോയി, ഉയർന്നു. പാകിസ്ഥാനിലെ ആട്ടയുടെ വില ഉയർന്നതുപോലാണ് അവിടെ ചായയുടെയും കാപ്പിയുടെയും വില ഉയർന്നത്. ഇയാൾ ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പം ആളുകൾ പ്രക്ഷോഭമായി. അങ്ങനെയാണ് അവർ മംദാനിയെ ജയിപ്പിച്ചത്. ഇന്ത്യൻ വംശജൻ കൂടിയാണല്ലോ മംദാനി. ആ മംദാനി ജയിച്ചു എന്ന്. അപ്പോൾ ആകെപ്പാടെ പിന്നെ 1 കോടി പേര് പ്രക്ഷോഭവും നടത്തി. യു ആർ നോട്ട് ദ കിങ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ രാജാവൊന്നും അല്ല, നിങ്ങൾ മര്യാദയ്ക്ക് പ്രസിഡൻ്റായിട്ടിരുന്നാൽ മതി എന്നും പറഞ്ഞ് പ്രവർത്തനം. ആകെപ്പാടെ ഇവിടെ കടന്ന് അമ്പരന്ന് പോയി. പുള്ളി ഇപ്പം എന്ത് ചെയ്തു? കാപ്പിക്കും ചായയ്ക്കും ഉള്ള ചുങ്കം മുഴുവൻ പിൻവലിച്ചു. അപ്പോൾ നമ്മുടെ തേയില കർഷകർ രക്ഷപ്പെട്ടു. കർണാടകത്തിലെ കാപ്പി കർഷകരും രക്ഷപ്പെട്ടു. വയനാട്ടിലും ഉണ്ട് കാപ്പി കൃഷി, അവർ രക്ഷപ്പെട്ടെ. അങ്ങനെ പടിപടിയായിട്ട് മുഴുവൻ പിൻവലിക്കേണ്ടി വരും. അല്ലെങ്കിൽ അമേരിക്ക ആകെപ്പാടെ ഇവിടെ പട്ടിണിയിലായിത്തീരും. അതാണ് സംഭവം നടക്കാൻ പോകുന്നത്. ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് സൗഹാർദ്ദ മനോഭാവം മറ്റൊന്നാണ്. അതായത് അവിടെ നിന്ന് ഇന്ത്യക്ക് വളരെ സഹായകമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ പ്രതിരോധ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി പ്രധാനപ്പെട്ട ചിലത് നമുക്ക് കിട്ടുകയാണ്. അതിലൊന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ നീരജ് ചോപ്രയെ ജാവലിൻ ത്രോയിൽ 1ാം സ്ഥാനം നേടിയ, ഒളിമ്പിക് മെഡൽ നേടിയ നീരജ് ചോപ്ര, നമ്മുടെ ഇതിഹാസ താരം. അദ്ദേഹത്തിനെ പോലെ തന്നെ മിസൈലും ഉണ്ട്. ജാവലിൻ ത്രോയിൽ 1ാം സ്ഥാനം നേടിയതുകൊണ്ട് മിസൈൽ 1ാം സ്ഥാനം നേടിയ ഒരു മിസൈലുണ്ട്. കാരണം ശത്രുവിന് കനത്ത പ്രഹരവും മൊമെൻറ്റവും നൽകാൻ കഴിവുള്ള ഒന്ന്. അതിൻ്റെ പേരാണ് എക്സ്കാലിബർ ഗൈഡഡ് പീരങ്കിയുണ്ടകളും അതുപോലെ തന്നെ ജാവലിൻ ടാങ്ക് വേദ മിസൈലുകളും. ടാങ്ക് ഉണ്ടല്ലോ, പാകിസ്ഥാൻ്റെ ഒക്കെ ആർട്ടിലറി ടാങ്കുകൾ മുഴുവൻ ഇവനെ ഒരൊറ്റ തൊടുത്തു വിട്ടാൽ മതി, ജാവലിൻ പോലെ ചെന്ന് കറങ്ങി ചെന്ന് അവൻ നശിപ്പിച്ച് കളയും. അത് ഇന്ത്യക്ക് സപ്ലൈ ചെയ്യാനുള്ള വലിയൊരു കരാർ, ബ്രേക്ക് ത്രൂ ആണത്. അതിലൊപ്പിട്ടിരിക്കുന്നു. ഇവിടെ $4.71 കോടി വൻപൻ കരാറാണ് ഇന്ത്യക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഇത് അപ്രൂവ് ചെയ്തു. അമേരിക്കൻ കോൺഗ്രസ്, ഇവിടുത്തെ കോൺഗ്രസ് അല്ല, അത് രാഹുൽ ഗാന്ധി അത് അപ്രൂവ് ചെയ്യില്ല. അമേരിക്കയിലെ കോൺഗ്രസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പോലൊരു രാജ്യത്തിന് ശക്തി പകരാൻ വേണ്ടി അവർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം, നേറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര പങ്കാളിയാണ് ഇന്ത്യ. ഇത് തന്നെയാണ് സൗദി അറേബ്യയോടെയും പറഞ്ഞത്. നേറ്റോയ്ക്ക് പുറത്തുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര പങ്കാളി. അപ്പോൾ ഇന്ത്യയും സൗദി അറേബ്യ എല്ലാം അമേരിക്കയുടെ സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് ഇതിൽ കൂടി വരുന്നത്. അതുപോലെ തന്നെ 216M 98A1 എക്സ് കാലിബർ പ്രൊജക്ടൈലുകളും. ഇതൊക്കെ എന്ത് കുന്ത വന്നെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊക്കെ കരാറിനകത്ത് എന്നോട് ചോദിച്ചേക്കല്ലേ. അതുപോലെ തന്നെ 100 FGM 148 ജാവലിൻ പോർമുനകളാണ്, വാർഹെഡ്സ് ആണ്. ഈ വാർഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രു ടാങ്കുകളെ അതുപോലെ തന്നെ താവളങ്ങളെ എല്ലാം നശിപ്പിക്കുക. ഇതെല്ലാം പ്രിസൈസ് ആയിരിക്കും, കൃത്യമായിട്ട് ലക്ഷ്യത്തെ ഇന്നാളെ അവിടെ നിൽക്കുന്ന ആ ഭീകരൻ മസൂദ് അസർ. അതായത് സാർ ഇതിൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം അല്ലേ, പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യക്ക് അമേരിക്ക മിസൈൽ കൊടുത്തു. പാകിസ്ഥാൻ മാത്രമല്ല, തുർക്കിയിലേക്കും ബംഗ്ലാദേശും ഉണ്ട്, അതും കൂടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 25 ജാവലിൻ മിസൈൽ വിക്ഷേപണികൾ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ റോക്കറ്റ് തൊടുത്തു വിടാൻ വേണ്ടി ഒരെണ്ണം ഉപയോഗിക്കത്തില്ലേ, അതുപോലൊരു സാധനം. അവിടുന്ന് വേണം ഇത് തൊടുത്തു വിടാൻ, എങ്കിലേ ലക്ഷ്യത്തിൽ ഇവനെത്തു, കത്തിച്ചു വിടണം ഇവനെ. അതുപോലെ തന്നെ പോർട്ടബിൾ ഇലക്ട്രോണിക് ഫയർ കൺട്രോൾ സിസ്റ്റംസ്. ഇവിടെ ഒരു തീവണ്ടം വരുവാണെങ്കിൽ അത് തടയാനുള്ള സംവിധാനമായിരിക്കണം, പേരുകൊണ്ട് ഞാൻ ഊഹിക്കുന്നു. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഇൻ്റഗ്രേഷൻ കിറ്റ് തുടങ്ങിയവയും വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ 50% ചുങ്കം, ഇന്ത്യ കൂളായിട്ടാണ് പ്രതികരിച്ചത്. പക്ഷേ അമേരിക്കയിലൊരു വിമതസ്വരമുണ്ട്, അതിപ്പോൾ അതോടുകൂടി തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തത് വരാൻ പോകുന്നത് കരാറാണ്. ഏത്? സമഗ്ര വ്യാപാര കരാർ. അതോടുകൂടി 50% ചുങ്കും അങ്ങ് പോയി കിട്ടും. ഇപ്പം അടുത്ത മാസമാണെങ്കിൽ വ്ളാദിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരികയാണ്, മനസ്സിലായോ? വന്നു കഴിയുമ്പോൾ ഇന്ത്യയുമായിട്ടൊരു സമഗ്ര കരാറിൽ ഒപ്പിടും, മനസ്സിലായോ? അതാ തന്ത്രപരമായ കരാർ കൂടിയായിരിക്കും, വലിയ ചങ്ങാതികളായി മാറുക. അപ്പം ഇന്ത്യയുടെ ഒരു സ്ഥിതി നോക്കിയാണ് അമേരിക്കയും അതുപോലെ റഷ്യയും ഒരുപോലെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം, മനസ്സിലായില്ലേ? പണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചേരിയില്ല, ഇന്ന് 2 ചേരികൾ ഇന്ത്യയോടൊപ്പം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ട്രംപ് ഇപ്പോൾ ഒരു പുതിയ ഫോർമുല കൊണ്ടുവന്നിട്ടുണ്ട്. റഷ്യയിലേക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങൾ അത് റഷ്യയ്ക്ക് അനുവദിച്ചുകൊണ്ട് യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന പുതിയൊരു മധ്യസ്ഥ കരാർ വെച്ചിരിക്കുകയാണ്. യുക്രൈൻ അതിൽ ഒപ്പിട്ടേ പറ്റൂ, കാരണം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എത്ര നാളായി സഹിക്കുന്നത്? അതിനെതിരെ അവിടെ തന്നെ അവരുടെ പ്രസിഡന്റിനെതിരെ, യുക്രൈൻ്റെ പ്രസിഡന്റിനെതിരെ, സെലൻസ്കിക്കെതിരെ അവിടെ വമ്പിച്ച പ്രതിഷേധവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അഴിമതി ആരോപണങ്ങളുണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കുണ്ടാകുന്ന ഗുണം എന്താ? റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കരുത്, യുദ്ധത്തിൻ്റെ പേരിലാണല്ലോ പറഞ്ഞത്. ആ 25% അങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാവും ചുങ്കം. പിന്നെ മറ്റേ ചുങ്കം ഇപ്പം ഈ വ്യാപാര കരാർ ഒപ്പിടുന്നതോടുകൂടി ആ ചുങ്കവും ഇല്ലാതായേ, ഇപ്പോൾ പഴയ സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ഇന്ത്യ US സഹകരണം, അതുപോലെ തന്നെ ഇന്ത്യ റഷ്യ സഹകരണം, രണ്ടും ഒരുപോലെ ശക്തരായുള്ളവർ ഇന്ത്യയോടൊപ്പം ചേരുന്നു. പിന്നെ ഈ തുർക്കിയും പാകിസ്ഥാനും ബംഗ്ലാദേശും കിടന്ന് തിളച്ചിട്ട് വല്ല കാര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും, നിഷ്ഫലവും ഒരു ഫലമില്ലാത്തതുമായി തീരും. അതാണ് ഇന്ത്യയുടെ പുതിയ തന്ത്രം. അല്ല, അമേരിക്കയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അമേരിക്ക ചേരയാണ്, അതാണ് നീർക്കോലി അടിച്ചാൽ അത്താഴം മുടങ്ങില്ലല്ലോ. അതാണിപ്പോൾ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക. അമേരിക്കയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് അവര് കൂട്ടിക്കെട്ടി നമ്മളോടൊപ്പം നിൽക്കാൻ തുടങ്ങിയത്. ഇനി പാകിസ്ഥാനും ബംഗ്ലാദേശും തുർക്കിയും മിക്കവാറും ഉടനെ തന്നെ ഒരു തീരുമാനത്തിലെത്തും എന്നാണ് തോന്നുന്നത്. ഇതോടുകൂടി പിന്നെ ഏത് രാജ്യത്തെ വേണമെങ്കിലും നമുക്ക് വളരെ ഭീകരവാദം വിതയ്ക്കുന്ന അവരെ അതിൻ്റെ പാഠം പഠിപ്പിക്കാനുള്ള ഒരു ശക്തി, ആത്മവിശ്വാസവും നമുക്ക് വർദ്ധിക്കും. ഓപ്പറേഷൻ സിന്ദൂർ ആവർത്തിക്കും.